മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായി നോർത്ത് മേൽപ്പാലം പൊളിക്കുമ്പോൾ നഗരജീവിതവും വ്യാപാര വാണിജ്യ ജീവിതവും സ്തംഭിക്കില്ലെന്ന് ഉറപ്പുവരുത്തുമെന്ന് മേയർ ടോണി ചമ്മണി. കൊച്ചിയിൽ നോർത്ത് മേൽപ്പാലം പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രശ്നപരിഹാരത്തെക്കുറിച്ചും കേരള ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ മെട്രോ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്നാണ് നഗരസഭയുടെ തീരുമാനമെന്നും മേയർ പറഞ്ഞു. ഗതാഗതത്തിനുള്ള ബദൽ സൗകര്യം ഏർപ്പെടുത്തിയ ശേഷം മാത്രമേ പാലം പൊളിക്കാവൂ എന്ന് ചർച്ചയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരും ആവശ്യപ്പെട്ടു. 2 or 3 ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചാൽ തീരുന്ന പ്രശ്നമല്ല കൊച്ചിയിലെ ഗതാഗത കുരുക്കെന്നായിരുന്നു ചർച്ചയുടെ മോഡറേറ്ററായിരുന്ന KM റോയിയുടെ പക്ഷം. പാലം പൊളിക്കുമ്പോൾ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഏർപ്പെടുത്തണമെന്ന് P. രാജീവ് MP ആവശ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും ജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടിയിരുന്നെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പച്ചാളം, സലീം രാജൻ റോഡ്, അറ്റ്ലാന്റിസ് എന്നിവിടങ്ങളിലെ റെയിൽവേ മേൽപ്പാലങ്ങളും പുല്ലേപ്പടി പാലത്തിന്റെ അപ്രോച്ച് റോഡും നോർത്ത് പാലം പൊളിക്കുന്നതിന് മുൻപ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും ചർച്ചയിൽ പങ്കെടുത്തവർ നൽകി. പാലം പൊളിക്കുന്നതിന് റെയിൽവേയുടെ അനുമതി ലഭിച്ചോ എന്നും പുതിയ പാലത്തിന്റെ ഫണ്ട് സംബന്ധിച്ചും സുതാര്യത വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു.